വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ള മറ്റ് ആളുകളുടെ, അതായത് ഏതൊക്കെ ആളുകൾക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളും അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് 1977 ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് 2014 മുതലുള്ളത് കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി 2021 ബുദ്ധിനിക്ക് സാറാ ജോസഫിന് ലഭിക്കുന്നു അല്ലേ. 2021 ബുദ്ധിനി എന്നുള്ള കൃതി സാറാ ജോസഫിനാണ് ലഭിക്കുന്നത്. മുട്ടത്ത് വർക്കി പുരസ്കാരം 2015 ലഭിക്കുന്നത് സച്ചിദാനന്ദനാണ് കേട്ടോ. 2015 ലഭിക്കുന്നത് സച്ചിദാനന്ദനാണ്. ഇനി 2016 നോക്കൂ, KG ജോർജിനാണ് അല്ലേ. KG ജോർജിനാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം 2016 ലഭിക്കുന്നത്. ഇനി ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖിൽ. കേട്ടറ്റ് മലയാളം പരീക്ഷ ഉടനെ വരാൻ പോവുകയാണെന്നറിയാം. അപ്പോൾ പഠനമൊക്കെ എവിടെ വരെയായി? നമുക്കെന്തായാലും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3 മലയാളത്തിൻ്റെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. സാഹിത്യ പുരസ്കാരങ്ങൾ എന്നുള്ളതാണ് വിഷയം. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാമെന്നാണ് കരുതുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ എന്താണ്? അംബിക സുധൻ മങ്ങാട്. ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി. ഓപ്ഷൻ സി SK വസന്തൻ. ഓപ്ഷൻ ഡി TD രാമകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ചോദ്യം 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഓപ്ഷൻസ് നോക്കാം ഒന്നുകൂടെ. അംബിക സുധൻ മങ്ങാട്, ശ്രീകുമാരൻ തമ്പി, SK വസന്തൻ, TD രാമകൃഷ്ണൻ. ഓക്കെ, അപ്പോൾ ഏതാണ് ഉത്തരം? ഉത്തരം ശ്രീകുമാരൻ തമ്പിയാണ് അല്ലേ. ഇനി നമുക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ള മറ്റ് ആളുകളുടെ, അതായത് ഏതൊക്കെ ആളുകൾക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളും അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് 1977 ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് 2014 മുതലുള്ളത് കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, 2014 KR മീരയ്ക്ക് ആരാച്ചാർ എന്ന് പറയുന്ന നോവലിൽ 2014 വയലാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇനി നോക്കൂ, 2015 സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളവരുടെ വിവരങ്ങളാണ് നമ്മൾ പറയുന്നത്. 1977 ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. 2014 KR മീരയ്ക്ക് ആരാച്ചാർ എന്ന് പറയുന്ന നോവലിൽ അവാർഡ് ലഭിച്ചു. 2015 സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചത്. മനുഷ്യന് ഒരു ആമുഖം എന്നുള്ളതായിരുന്നു കൃതി. ഇനി നോക്കൂ, 2016 കേട്ടോ. 2016 UK കുമാരനാണ് ലഭിച്ചിട്ടുള്ളത്. തക്ഷൻകുന്ന് സ്വരൂപ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കൂ, 2017 TD രാമകൃഷ്ണന് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, നമുക്കറിയാം ഒരു പ്രശസ്തമായിട്ടുള്ളൊരു നോവലാണ് അല്ലേ. ഇനി 2018 നോക്കാം. KV മോഹൻകുമാറിനാണ് ഉഷ്ണരാശി എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ് 2018 KV മോഹൻകുമാറിന് ഉഷ്ണരാശി എന്നുള്ള കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി 2019 നോക്കാം. 2019 ലഭിച്ചിട്ടുള്ളത് VJ ജെയിംസിനാണ്. നിരീശ്വരൻ എന്ന് പറയുന്ന കൃതിക്കാണ് VJ ജെയിംസിനാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാലോ. 2020 ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്നുള്ളതാണ് കൃതി. എന്താണ് 2020 നോക്കാം. ഏഴാച്ചേരി രാമചന്ദ്രനാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്നുള്ളതായിരുന്നു കൃതി. ഇനി 2021 നോക്കിയേ. 2021 ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ബെന്യാമിനാണ് കേട്ടോ. എന്താണ് ബെന്യാമിന് ലഭിച്ചിട്ടുള്ള ആ കൃതി? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതി. 2021 മറന്നു പോകരുത്. 2021 ബെന്യാമിനാണ് ലഭിച്ചിട്ടുള്ളത്. മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളതായിരുന്നു. ഇനി അടുത്ത് നോക്കാം. 2022 S ഹരീഷിനാണ് അല്ലേ. മീശ എന്ന് പറയുന്ന നോവലാണ് അല്ലേ. നമുക്കറിയാം മീശ എന്ന് പറയുന്ന നോവൽ 2022 അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. ഇനി 2023 റീസെൻ്റ് ആയിട്ടുള്ള 2023 ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് കേട്ടോ. അതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. 2023 ശ്രീകുമാരൻ തമ്പി.
ഓക്കെ. ഇനി 2020 മറ്റൊരു ചോദ്യമാണ് കേട്ടോ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ഈ ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ മുകുന്ദൻ, ഓപ്ഷൻ ബി സുഗതകുമാരി, ഓപ്ഷൻ സി സക്കറിയ, ഓപ്ഷൻ ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. എ മുകുന്ദൻ, ബി സുഗതകുമാരി, സി സക്കറിയ, ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏതാണ് ഉത്തരം? സക്കറിയയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സക്കറിയയ്ക്കാണ് കേട്ടോ. ഇനി നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള മറ്റു കുറച്ച് ആളുകളെ കൂടെ പരിചയപ്പെടാം. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2019 എടുക്കുകയാണെങ്കിൽ ആനന്ദിന് 2019 ലഭിക്കുന്നുണ്ട്. അതാണ് ആനന്ദിന് അല്ലേ. ആനന്ദിന് 2019 ലഭിക്കുന്നു. ഇനി അടുത്ത് നോക്കൂ. 2020 സക്കറിയയ്ക്ക് ലഭിക്കുന്നുണ്ട്. 2020 ആരാണ്? സക്കറിയയ്ക്കാണ് 2020 ലഭിക്കുന്നത്. ഇനി 2021 നോക്കിയേ. 2021 പി വത്സലയ്ക്കാണ് ലഭിക്കുന്നത്. 2022 ആർക്കാണെന്ന് നോക്കൂ. സേതുവിനാണ് കേട്ടോ. 2022 സേതുവിനാണ് ലഭിക്കുന്നത്. ഇനി റീസെൻ്റ് ആയിട്ടുള്ള 2023 ലഭിക്കുന്നത് എസ് കെ വസന്തനാണ്. അപ്പോൾ എസ് കെ വസന്തനാണ് ലഭിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. മറ്റൊരു അവാർഡാണ് എന്താണ്? ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2018 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അല്ലെങ്കിൽ അത് നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഇ വി രാമകൃഷ്ണൻ, അയ്മനം ജോർജ്, എൻ പ്രഭാകരൻ, സാറ ജോസഫ്. 2018 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക് അല്ലെങ്കിൽ ഓടക്കുഴൽ അവാർഡ് നേടിയതാര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ ഇ വി രാമകൃഷ്ണൻ, ബി അയ്മനം ജോൺ, സി എൻ പ്രഭാകരൻ, ഡി സാറ ജോസഫ്. നോക്കൂ, ആൻസർ ഇ വി രാമകൃഷ്ണനാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അവർക്ക് ലഭിച്ചിട്ടുള്ള ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതികളും ഏത് വർഷം ആണ് എന്നുള്ളതുകൂടെ നോക്കിപ്പോവാം. അയ്മനം ജോണിന് ലഭിച്ചിട്ടുള്ള കൃതി എന്ന് പറയുന്നത് അയ്മനം ജോണിൻ്റെ കഥകൾ എന്നുള്ളതാണ്. 2017 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. 2018 ഇ വി രാമകൃഷ്ണന് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. ഇനി നോക്കൂ. 2019 എൻ പ്രഭാകരന് മായാ മനുഷ്യൻ എന്ന് പറയുന്ന കൃതിക്ക് ലഭിക്കുന്നു. ഇനി 2021 ബുദ്ധിനിക്ക് സാറ ജോസഫിന് ലഭിക്കുന്നു അല്ലേ. 2021 ബുദ്ധിനി എന്നുള്ള കൃതി സാറ ജോസഫിനാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കി പോവാം. ഓടക്കുഴൽ അവാർഡുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഓടക്കുഴൽ അവാർഡ് അയ്മനം ജോണിന് 2017 അയ്മനം ജോണിൻ്റെ കഥകൾ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2018 ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. 2019 എന്താണ്? മായാമനുഷ്യൻ എൻ പ്രഭാകരനാണ് ലഭിച്ചിട്ടുള്ളത്. 2021 സാറ ജോസഫിനാണ് ലഭിക്കുന്നത്. ബുദ്ധിനി എന്നുള്ളതായിരുന്നു കൃതി. ഓക്കെ. ഇനി മറ്റൊരു അവാർഡ് നോക്കാം. മുട്ടത്ത് വർക്കി പുരസ്കാരം. മുട്ടത്ത് വർക്കി പുരസ്കാരം 2015 ലഭിക്കുന്നത് സച്ചിദാനന്ദനാണ് കേട്ടോ. 2015 ലഭിക്കുന്നത് സച്ചിദാനന്ദനാണ്. ഇനി 2016 നോക്കൂ. കെ ജി ജോർജിനാണ് അല്ലേ. കെ ജി ജോർജിനാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം 2016 ലഭിക്കുന്നത്. ഇനി 2017 നോക്കിയാൽ ടി വി ചന്ദ്രനാണ് അല്ലേ. ടി വി ചന്ദ്രനാണ് ലഭിക്കുന്നത്. ഇനി 2018 നോക്കൂ. 2018 കെ ആർ മീര ആരാച്ചാർ എന്ന് പറയുന്ന നോവലിലാണ് 2018 മുട്ടത്ത് വർക്കി പുരസ്കാരം കെ ആർ മീരയ്ക്കാണ് ലഭിക്കുന്നത്. ആരാച്ചാർ എന്ന് പറയുന്ന നോവലിനാണ് ലഭിക്കുന്നത്. ഇനി 2019 ബെന്യാമിനാണ് ലഭിക്കുന്നത് അല്ലേ. 2019 അത് നേടിയതാരാണ്? ബെന്യാമിനാണ് 2019 അത് മുട്ടത്ത് വർക്കി പുരസ്കാരം. അപ്പോൾ കേട്ടറ്റ് 3 മലയാളവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനായിട്ട് അതിൻ്റെ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി നമുക്ക് തയ്യാറെടുക്കുന്നതിനായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കിൻ്റെ പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ബാച്ചിൻ്റെ സവിശേഷതകളായിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സസുകളുണ്ടാവും, PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ഒട്ടനവധിയായിട്ടുള്ള സംവിധാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രയും വേഗം തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കേട്ടറ്റ് 3 മലയാളവുമായി ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വെബിനാറുമായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉടൻ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആ ക്ലാസ്സിലേക്ക്, ആ ലൈവിലേക്ക് നിങ്ങൾ എത്രയും വേഗം തന്നെ അതിൽ പങ്കെടുക്കുക. അപ്പോൾ
ഒപ്പം തന്നെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതിൻ്റെ സിലബസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ക്ലാസ് അയച്ചു കൊടുത്തുകൊണ്ടൊക്കെ ഒരുമിച്ച് പഠിച്ചു മുന്നേറാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്